അങ്ങനെ ഈ വർഷം മമ്മൂട്ടിയുടെ ഒരു ആദ്യ ചിത്രം ഇപ്പോഴത്തെ റിലീസിനെത്തുകയാണല്ലോ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രം. ചിത്രം ഇപ്പോഴത്തെ ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. രാഹുൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു പക്ക ഹൊറർ ഫിലിമായിട്ടായിരിക്കും എത്തുക. മമ്മൂട്ടിയുടെ ഇതിന് മുമ്പേ വന്ന ചിത്രം എന്ന് പറയുന്നത് ജയറാം നായകനായ ഓസലർ എന്ന ചിത്രമായിരുന്നു. അത് മമ്മൂട്ടി ക്യാമിയോ റോളിലായിരുന്നു എത്തിയിരുന്നത്. ഇനി സംവിധായകനായ രാഹുൽ സദാശിവന്റെ മുമ്പത്തെ സിനിമകളിൽ നോക്കിയാലെല്ലാം അത്യാവശ്യം നല്ല ഗംഭീര ചിത്രങ്ങളും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ലോക്ക്ഡൗൺ ടൈമിൽ OTT റിലീസായി വന്ന ഭൂതകാലമെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടും വളരെ അഭിപ്രായം നേടിയൊരു ചിത്രം കൂടിയായിരുന്നു. എന്തായാലും ഭൂതകാലം എന്നൊരു സിനിമ ഹൊറർ ഫിലിമാണെങ്കിൽ പോലും ബ്രഹ്മയുഗം അതേ പാറ്റേണിൽ വരുന്നൊരു ഹൊറർ ഫിലിമും കൂടിയാണ്. എന്തായാലും ഗംഭീര ചിത്രമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ സെൻസറിംഗ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. UA സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ സിനിമയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ 20 മിനിറ്റിന് മുകളിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ തന്നെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ മമ്മൂട്ടി കുറഞ്ഞ സ്ക്രീൻ ടൈമിലായിരിക്കും ഈ സിനിമയിൽ വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ 40-50 മിനിറ്റിലായിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ സ്ക്രീൻ ടൈം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കുറഞ്ഞ സമയമാണെങ്കിൽ പോലും ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ട് എന്തായാലും ഈ സിനിമയിൽ മമ്മൂട്ടി ഞെട്ടിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇതിൽ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും ഈ സിനിമയിൽ ലീഡ് റോളിൽ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഭൂരിഭാഗവും അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിലൂടെയായിരിക്കും ഈ സിനിമ പോവുക. കൂടാതെ തന്നെ ഈ സിനിമയിൽ അർജുൻ അശോകൻ അവതരിപ്പിക്കേണ്ട കഥാപാത്രം ആദ്യം ആസിഫ് അലി ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് ആസിഫ് അലി തന്നെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആസിഫ് അലിയുടെ ഡേറ്റ് ഇഷ്യൂ കാരണം അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ആസിഫ് അലി മുമ്പേ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു. ഇനി സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ തന്നെ അർജുൻ അശോകൻ, മണികണ്ഠൻ, സിദ്ധാർത്ഥ ഭജൻ എന്നീ വമ്പൻ താരങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സിനിമയുടെ ഒരു കഥ എന്തെന്ന് ഇപ്പോൾ ഏറെക്കുറെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയിലെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അടിമ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് മനയിലേക്ക് എത്തുന്നതും അവിടെ എത്തിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഈ സിനിമയുടെ കുറച്ച് മുമ്പ് ഇറങ്ങിയ ടീസറിലും വ്യക്തമായിരുന്നു. ഇനി ഈ ചിത്രം ഒരു വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു പാനന്തൻ ചിത്രവും കൂടിയാണല്ലോ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 25 കോടിയോ അല്ലെങ്കിൽ 30 കോടിക്കുള്ളിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സിനിമ നിർമ്മിക്കുന്നത് വിക്രം വേദ എന്ന സിനിമയെല്ലാം നിർമ്മിച്ച വൈനൽ സ്റ്റുഡിയോസും കൂടിയായിരിക്കും. ചിത്രം എന്തായാലും പക്ക ക്വാളിറ്റി ഒരു ചിത്രമായിരിക്കുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കാം.